സോ വൺ പീസിന്റെ മാങ്ക വളരെ സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 1124 ആയിരിക്കും. സോ ഈ ചാപ്റ്റർ തുടങ്ങുന്നത് നമ്മുടെ മോർഗന്റെ ഷിപ്പ് കാണിച്ചുകൊണ്ടാണ്. പുള്ളിക്കാരൻ വളരെയധികം സന്തോഷമുണ്ട്, കാരണം കുറെ അധികം ഹോട്ട് ന്യൂസ് ഒക്കെ പുള്ളിക്കാരന് കിട്ടിയിട്ടുണ്ട്. വെഗാപങ്കിന്റെ സ്പീച്ച് കേട്ടിട്ട് വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുന്ന പോലത്തെ ഒരു ന്യൂസ് പേപ്പർ കട്ടിങ്സ് ഉണ്ടാക്കി ലോകത്തിന് എല്ലാ മുക്കിനും മൂലയ്ക്കും എത്തിക്കാനാണ് പുള്ളിക്കാരൻ നോക്കുന്നത്. ഇത് കേട്ട വിവി നമ്മുടെ മോർഗനെ കള്ളാന്ന് വിളിക്കുന്നുണ്ട്. മോർഗൻ തിരിച്ചും പറയുന്നുണ്ട്, നീ നിന്റെ പണി നോക്കിയാൽ മതി, നമുക്കൊന്നും ഇനി ചെയ്യാനില്ല. ഈ ലോകം മുങ്ങുന്നുള്ള ന്യൂസ് ഈ ലോകത്തുള്ള എല്ലാവരും തന്നെ അറിഞ്ഞു കഴിഞ്ഞു. സോ നമുക്ക് എല്ലാവരിലും എത്തിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. അതും പോലെ എന്നിട്ട് ഞാൻ ഇത്രയും ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല, കാരണം ഞാൻ ഇപ്പോഴും ആകാശത്ത് തന്നെയാണ്. സോ വെള്ളം മുങ്ങിയാലും വെള്ളം പൊങ്ങിയാലും എനിക്കൊരു കുഴപ്പമില്ല. അതുകൊണ്ട് നീ ഇപ്പൊ എന്നോട് തട്ടി കയറുന്നതൊക്കെ ഓർത്ത് റിഗ്രറ്റ് ചെയ്യില്ലെന്ന് നമ്മുടെ മോർഗൻ വിവി എടുക്കെ പറയുന്നുണ്ട്. ഈ ലോകം നശിക്കാൻ പോകുന്ന കണ്ടിട്ട് ഞാനിവിടെ മിണ്ടാതിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ വിവി മോർഗൻ എടുക്കലും ചോദിക്കുന്നുണ്ട്. എന്നിട്ട് മോർഗൻ വീണ്ടും കിടന്ന് കാണുന്നുണ്ട്, നമുക്ക് കുറെ അധികം ന്യൂസ് ഈ ലോകത്തിന്റെ ഫ്രണ്ടിലേക്ക് എത്തിക്കാനുണ്ട്. നമ്മുടെ കിഡ് ഷാങ്സുമായിട്ടുള്ള ഫൈറ്റ്, ബ്ലാക്ക് ബീഡ് ലോയുമായിട്ടുള്ള ഫൈറ്റ്, എന്തിനി നമ്മുടെ യോങ്കോ ആയിട്ടുള്ള ലൂഫി വെഗാപങ്കിനെ കൊന്ന ന്യൂസ്. ഇത് കേട്ട് നമ്മുടെ വിവി വളരെയധികം ദേഷ്യപ്പെടുന്നുണ്ട്. നീ ഒരു കള്ളനാണെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാനലിൽ നമ്മുടെ ഐക്കട്ടാണ് കാണിക്കുന്നത്. സെന്തമാറ അവിടുന്ന് എസ്കേപ്പ് ചെയ്യുന്നുണ്ട്. ഒരു ചെറിയൊരു വള്ളത്തിലാണ്. പുള്ളിക്കാരൻ നൈസി കരയുന്നുണ്ട്. സോ പിന്നെ കാണിക്കുന്നത് നടന്നു പോകുന്ന കിസാറുവിനെയാണ്. ഏതൊരു വാർഷിപ്പിൽ കിടന്ന് ഫോൺ അടിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ കിസാറു ആട്ടെ അത് പോയി എടുക്കുകയും ചെയ്യും. അക്കൈനുമാണ് അപ്പുറത്ത് കിടന്ന് കാറിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കിസാറു പറയുന്നുണ്ട്, നിന്റെ ഒച്ച കുറച്ച് കൂടുന്നുണ്ട്. അക്കൻ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഫോൺ എടുത്തത്, ബാക്കിയുള്ളവർക്ക് എന്ത് പറ്റി? കിസാറു പറയുന്നുണ്ട്, എല്ലാവരും ഇവിടെ തന്നെയുണ്ട്, പക്ഷെ വായി നിന്ന് ഒരേ പതയൊക്കെ വന്ന് ഇവിടെ ബോധം കെട്ട് കിടക്കുവാണ്. അക്കൈന് വീണ്ടും ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്, നീ അവിടെ എന്ത് ചെയ്യുവാണ്, നമ്മുടെ ടാർഗറ്റ് എസ്കേപ്പ് ചെയ്തോ, സാറ്റൻ സേഫ് ആണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പുതിയ പിള്ളേരൊന്നും എണീക്കുന്നവരിൽ നിന്ന് വെയിറ്റ് ചെയ്യും, അവര് തന്നെ നിനക്കുള്ള ഉത്തരം എല്ലാം തരും. അപ്പൊ നമ്മുടെ അക്കൈന് പറയുന്നുണ്ട്, നീ ഒഴിഞ്ഞു മാറാനും നോക്കണ്ട, അവിടെ നടന്ന എന്താണെന്ന് എന്നെ പറയാൻ. പെട്ടെന്ന് നമ്മുടെ കിസാറിന്റെ ടൂണൊക്കെ മാറും. എന്നിട്ട് അക്കൈനോട് ചോദിക്കും, ഞാൻ ഒരു കാര്യം നിന്നോട് ചോദിക്കട്ടെ, നീ നിന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ എപ്പോഴെങ്കിലും കൊന്നിട്ടുണ്ടോ എന്ന് നമ്മുടെ കിസാറു അക്കൈനോട് ചോദിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കിസാറും വെഗാപങ്കുമായിട്ടുള്ള ചെറിയ ഫ്ലാഷ് ബാക്ക് ഒക്കെയാണ് കാണിക്കുന്നത്. ഞാൻ ഒഴിഞ്ഞു മാറുവാണ് പോലും. നിനക്ക് സമയം ഇച്ചിരെങ്കിലും വേസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ നീ നേരിട്ട് വന്ന് ഇവിടെ കിടന്ന് നോക്ക്, അപ്പൊ നിനക്ക് മനസ്സിലാവും ഞാനിവിടെ എന്തുവാണ് അനുഭവിക്കുന്നതെന്ന്. ഇതും പറഞ്ഞുകൊണ്ട് നമ്മുടെ കിസാർ ഓട്ടെ അവിടെ കിടന്ന് പൊട്ടിക്കരയുവാണ്. നമ്മുടെ അക്കനുമായിട്ട് പതുക്കെ ഒന്ന് പറയുന്നുണ്ട്, ബ്രദർ നീ എന്നോട് ക്ഷമിക്കൂ. അക്കനു അപ്പൊ തന്നെ പറയുകയും ചെയ്യും, നീ നിന്റെ വായിന്ന് വരുന്ന ഓരോ വാക്കുകളും സൂക്ഷിച്ച് പറഞ്ഞേക്ക്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജെയിൻസിന്റെ ഷിപ്പും അതേപോലെ സണ്ണിനെയാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ സ്ട്രോ ഹാറ്റ്സിന്റെ ആഘോഷമൊക്കെ കുറഞ്ഞ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജിംബേനെ ഫ്രാങ്കിനെയും കൂടെയാണ്. ഫ്രാങ്കി അപ്പൊ പറയുന്നുണ്ട്, എനിക്ക് എപ്പോഴും ഒന്നും വിശ്വസിക്കാൻ പറ്റിയിരുന്ന 5 എൽഡേഴ്സ്, ഒരു അഡ്മിറല്, പിന്നെ CP0, അതും പോലെ സെറഫിംസ്. നമ്മൾ എങ്ങനെയാണ് അവിടുന്ന് രക്ഷപ്പെട്ടെന്ന് എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. നമ്മുടെ വെഗാപങ്ക് മരിച്ചുകൊണ്ടാണ് ഇവരെല്ലാവരും ഇത്ര ഗ്ലൂമി ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ സൈഡിൽ നിന്നുണ്ട് നമ്മുടെ സോറ പറയുന്നുണ്ട്, ലൂഫി ഒരു എംബ്രർ അല്ലേ, ഏതൊരു കളവ് മരിച്ചെന്ന് പറഞ്ഞ് ഇവൻ ഇത്ര ഗ്ലൂമി ആവേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. അടുത്ത പാലി നമ്മുടെ ലിലിത്ത് പെട്ടെന്ന് കണ്ണു തുറക്കുന്നുണ്ട്. എല്ലാ സ്ട്രോ ഹാറ്റ്സും ചുറ്റിനുണ്ടായിരുന്നു, എല്ലാവരും കൂടെ ഓടിക്കൂടുകയും ചെയ്യും. നമ്മുടെ സ്ട്രോ ഹാറ്റ്സും ലിലിത്തും എല്ലാവരും നമ്മുടെ ജയൻസിന്റെ ഒരു സോഫയിലാണ് ഇരിക്കുന്നത്. അവരവിടെ ഇരിക്കുന്ന കണ്ടിട്ട് ഉറുമ്പിരിക്കുന്ന പോലെയാണ് തോന്നുന്നത്. എന്നിട്ട് നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് എല്ലാവരും ക്ഷമിക്കുന്നുണ്ട്, കാരണം ലിലിത്തിനൊഴിച്ച് ബാക്കിയുള്ള ഒരു വെഗാപങ്കിനെ പോലും അവർക്ക് രക്ഷിക്കാൻ സാധിച്ചില്ല. ലിലിത്ത് അപ്പൊ പറയും ചെയ്യും, നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, ഞാനെല്ലാം കേട്ട് കഴിഞ്ഞു. സാഞ്ചി അപ്പൊ ചോദിക്കുന്നു, നിന്നോട് അതിനെ ആര് പറഞ്ഞു? അതിനു മുമ്പ് 2 മിനിറ്റ് തന്നെ ക്ഷമിക്കുന്നു പറഞ്ഞുകൊണ്ട് ലിലിത്ത് അവിടെ കിടന്ന് പൊട്ടിക്കരയുവാണ്. ഉസോബ പുറകെയും ചോദിക്കുന്നുണ്ട്, ഇവൾ ശരിക്കും ഈവിൾ തന്നെയാണ്, കാരണം നമ്മുടെ ലിലിത്ത് എന്ന് പറയുന്ന വെഗാപങ്ക് ഈവിളിനല്ലേ റെപ്രസെന്റ് ചെയ്യുന്നത്. എന്നിട്ടും കിടന്ന് ഇങ്ങനെ പൊട്ടിക്കരയുവാണ്. എന്നിട്ട് പെട്ടെന്ന് തന്നെ അവൾ പറയുന്നുണ്ട്, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്, എന്തായാലും തിന്നാൻ കിട്ടുമോ? അപ്പൊ എല്ലാവരും ഞെട്ടുന്നുണ്ട്, നിനക്ക് വിശക്കുന്നു. സംഭവം വേറൊന്നുമല്ല, യോർക്കുള്ള കണക്ഷൻ വിട്ടുകൊണ്ടാണ് പുള്ളിക്കാരിക്ക് ഇത്ര അധികം വിശക്കുന്നത്. അങ്ങനെ ലിലിത്ത് നോക്കാൻ നിർത്തും. നമ്മുടെ ലൂഫി ഇരുന്ന് ഈ വലിയ ഗ്രേപ്സ് കഴിച്ചിട്ടിരിക്കുകയാണ്. സാധാ ഗ്രേപ്സ് ആണ്, പക്ഷെ ജയൻസിന്റെ ഗ്രേപ്സ് ആയതുകൊണ്ട് തന്നെ ഒരു ഗ്രേപ്പ് ഒരു ഹ്യൂമന്റെ എത്രയുണ്ട്. ചോപ്പർ അപ്പൊ പറയുകയും ചെയ്യും, ലൂഫിക്കാണെങ്കിൽ വളരെയധികം സങ്കടമാണ്, അതുകൊണ്ട് അവൻ ആകെപ്പെടെ 5 ഗ്രേപ്സ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. ലിലിത്ത് ഞെട്ടുന്നുണ്ട്, അത് തന്നെ പ്ലെന്റി അല്ലേ. ലിലിത്ത് അപ്പൊ പറയുകയും ചെയ്യും, ലൂഫി നിങ്ങൾ ഇത്ര വിഷമിക്കുന്നു വേണ്ട, ഞാനിതെല്ലാം കേട്ടിരുന്നു. സംഭവം വളരെ സിമ്പിൾ ആണ്, നിങ്ങൾ നോക്കി കാണുന്ന രീതി ഒന്ന് മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംഭവം എല്ലാം മനസ്സിലാവും. അതായത് എല്ലാ വെഗാപങ്സും ഇപ്പോഴും ജീവനോടെ ഉണ്ട്. ഇത് കേൾക്കാൻ നേരത്ത് നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് ഞെട്ടുന്നുണ്ട്. എന്നിട്ട് ലിലിത്ത് പറയും, സത്യം പറഞ്ഞാൽ അവരെല്ലാവരും മരിച്ചു, അവരുടെ ബോഡിയൊക്കെ മരിച്ചു, പക്ഷെ ഞാൻ ഇപ്പോഴും ജീവനോടെ ഉണ്ട്, അതായത് നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ വാക്ക് പാലിച്ചിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ നമ്മുടെ ലൂഫിയുടെ വിഷമം ഒക്കെ പോയി. പുള്ളിക്കാരൻ ചാടി ഇറങ്ങി നമ്മൾ നേരെ ജയൻസിന്റെ അടുത്തായിട്ട് ഓടുവാണ്. എന്നിട്ട് എല്ലാ ജയൻസിനും പുള്ളിക്കാരൻ നന്ദി പറയുന്നുണ്ട്, കാരണം പുള്ളിക്കാരൻ രക്ഷിച്ചില്ലേ. അപ്പൊ കുറച്ച് ജയൻസ് നമ്മുടെ ലൂഫിക്ക് ചോദിക്കുന്നുണ്ട്, ലൂഫി ആരായിരിക്കും നമ്മുടെ വൺ പീസ് കണ്ടുപിടിക്കാൻ പോകുന്നത്? വെഗാപങ്ക് പറഞ്ഞു വെച്ച് നോക്കാൻ നേരത്ത് വൺ പീസ് കണ്ടുപിടിക്കുന്നതിന്റെ കയ്യിലാണ് ഈ ലോകത്തിന്റെ ഫെയ്ത്ത് ഇരിക്കുന്നത്. ലൂഫി ഇപ്പൊ പറയുന്നുണ്ട്, ഞാൻ പൈററ്റ് ആയത് തന്നെ പൈററ്റ് കിങ് ആകാൻ വേണ്ടി മാത്രമാണ്, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഓർത്തോ, നിങ്ങൾ എന്റെ എതിര് വന്നാലും എനിക്കൊരു കുഴപ്പമില്ല, കാരണം ഞാനായിരിക്കും ഫ്യൂച്ചറിലെ പൈററ്റ് കിങ് ആകാൻ പോകുന്നു പറഞ്ഞുകൊണ്ട് ലൂഫിയും ബാക്കിയുള്ള ജയൻസും സ്ട്രോ ഹാറ്റ്സും എല്ലാരും കൂടെ അടിച്ച് പൊളിച്ച് ആഘോഷിക്കുവാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ എൽബഫിലെ ഒരു വാർലാൻഡ് ആണ്. അവിടെ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഫിഗറിനെ കാണിക്കുന്നുണ്ട്. പുള്ളിക്കാരന്റെ കറുത്ത് ഇങ്ങനെ ഇരിക്കുവാണ്. പുള്ളിക്കാരൻ നമ്മുടെ സ്ട്രോ ഹാറ്റ്സിനെ നോക്കിയിരിക്കുവാണ്. ആരാണ് ഈ പുള്ളിയെന്ന് ഒരു പിടുത്തവും ഇല്ല. എന്തായാലും അടുത്ത ആഴ്ച കൂടി ബ്രേക്ക് ഉണ്ട്. സോ അടുത്ത ആഴ്ച ഇനി വൺ പീസിന്റെ നെക്സ്റ്റ് ചാപ്റ്റർ വരത്തുള്ളൂ. അതുവരെ ഗുഡ് ബൈ.